ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 493 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ദിവസം 2 മെയ് 2026, ഈ മാസത്തിലെ 2ാമത്തെ ദിവസം. ഈ വർഷത്തിലെ 122ാമത്തെ ദിവസമാണ് ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നത്. ഉയർപ്പിന് ശേഷമുള്ള 28ാമത്തെ ദിവസമാണ് ഇന്നത്തെ ധ്യാന വിഷയം. ദൈവത്തിൻ്റെ മുമ്പിൽ നെഹമ്യാവിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ, മറ്റ് പിതാക്കന്മാരെ പോലെ യാചിക്കുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ മുമ്പിൽ നെഹമ്യാവിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ, മറ്റ് പിതാക്കന്മാരെ പോലെ യാചിക്കുവാൻ കഴിയുമോ എന്നാണ് ഇന്നത്തെ ധ്യാന വിഷയം. BC 465 മുതൽ 424 വരെ ബാബിലോണിയ, ഇന്നത്തെ ഇറാഖ് ഭരിച്ചിരുന്ന അർത്തക്സഷ്ട രാജാവിൻ്റെ പ്രധാന പാനപാത്രവാഹകനായിരുന്നു നെഹമ്യാവ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഹഗല്യാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒഴികെ വേറെ വിവരങ്ങൾ ലഭ്യമല്ല. യഹൂദ്യ ദേശത്തു നിന്നും അടിമകളായി പേർഷ്യയിൽ എത്തിച്ചേർന്ന പ്രവാസി യഹൂദന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പാനപാത്രവാഹകൻ എന്ന പദവി രാജകൊട്ടാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു. നെഹമ്യാവിൻ്റെ വിശ്വസ്തതയും കൃത്യനിഷ്ഠയും രാജഭക്തിയും കണക്കിലെടുത്തായിരിക്കണം രാജാവ് അദ്ദേഹത്തെ ആ പദവിയിൽ നിയമിച്ചത്. തന്നെ ഏൽപ്പിച്ച ജോലികൾ ഏറ്റവും ഭംഗിയായി ചെയ്തിരുന്നത് കൊണ്ട് രാജാവിന് നെഹമ്യാവിൻ്റെ മേൽ പ്രത്യേകം പ്രീതിയും വാത്സല്യവും ഉണ്ടായിരുന്നു. യഹോവയുടെ കൽപ്പനകളെ അക്ഷരം പ്രതി അനുസരിക്കുന്നവനും യാമപ്രാർത്ഥനകളിൽ ഉറ്റിരിക്കുന്നവനും ആയിരുന്നു നെഹമ്യാവ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രാജാവിൻ്റെ വാഴ്ചയുടെ 20ാം ആണ്ടിൽ നെഹമ്യാവ് തലസ്ഥാന നഗരിയായ സൂസൻ പട്ടണത്തിലെ അരമനയിലിരിക്കുമ്പോൾ തൻ്റെ സഹോദരനായ ഹനനിയായും ഏതാനും യഹൂദന്മാരും അവനെ കാണുന്നതിന് വേണ്ടി അവിടെ എത്തി. അവർ യഹൂദ്യ രാജ്യത്ത് ശേഷിച്ച ഇസ്രായേലിൽ ചിലരായിരുന്നു. അവിടെ അവശേഷിക്കുന്ന യഹൂദന്മാരെ പറ്റിയും യെരൂശലേം ദേവാലയത്തെ പറ്റിയുമുള്ള വിവരങ്ങൾ അറിയുവാൻ നെഹമ്യാവ് ആകാംക്ഷയോടെ ചോദിച്ചു. അവർ ഇപ്രകാരമാണ് നെഹമ്യാവിനെ അറിയിച്ചത്: പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടത്തിലും അപമാനത്തിലുമാണ്. യെരൂശലേം മതിലുകൾ തകർന്നു കിടക്കുന്നു, കോട്ട വാതിലുകൾ അഗ്നിക്കിരയായി നശിച്ചു കഴിഞ്ഞു. ഇവയെല്ലാം ഇപ്പോഴും അതേപടി കിടക്കുന്നു എന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു. സ്നേഹത്തെക്കുറിച്ചും തൻ്റെ ജനങ്ങളുടെ കഷ്ടതകളെ പറ്റിയുമുള്ള വാർത്തകൾ നെഹമ്യാവിനെ അസ്വസ്ഥനാക്കി. യെരൂശലേം ദേവാലയത്തിൻ്റെ ജീർണാവസ്ഥയും ഇടിഞ്ഞുകിടക്കുന്ന നഗരമതിലുകളും വിശുദ്ധ നഗരത്തിൻ്റെ അധപ്പതനവും അവൻ്റെ ഉറക്കം കെടുത്തി. അവൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്വനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി അവൻ പ്രാർത്ഥിച്ചതായിട്ട് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ നെഹമ്യാവിൻ്റെ മേൽപ്പറഞ്ഞ, അതായത് നെഹമ്യാവിൻ്റെ പ്രാർത്ഥന ഏറ്റവും ഹൃദയസ്പർശിയും അനുകരണീയവുമായിരുന്നു. സ്വജാതിക്ക് വേണ്ടിയുള്ള അവൻ്റെ തീഷ്ണം ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. തനിക്ക് കൊട്ടാരത്തിൽ ഏറ്റവും സൗകര്യപ്രദമായ ഒരു ജോലിയും ബഹുമാന്യ സ്ഥാനവും ഉണ്ടായിരുന്നിട്ടും അവൻ്റെ രാജ്യത്തിൻ്റെ ആൾക്കാർക്ക് വേണ്ടി, കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവൻ യഹോവയോട് യാചിച്ചു എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. താൻ ജനിച്ചു വളർന്ന ദേശത്തെയും തൻ്റെ സ്വന്തം ജാതിയെയും ഓർത്തപ്പോൾ അവന് ഏറ്റവും ദുഃഖമുണ്ടായി. താൻ ആരാധിക്കുവാൻ പോകാറുണ്ടായിരുന്ന ദേവാലയത്തിൻ്റെ ശോചനീയ സ്ഥിതിയും നഗരത്തിൻ്റെ നാശവും അവന് വേദന ഉളവാക്കി എന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. യഹോവയുടെ മകുടോ ഉദാഹരണമാണ് പ്രാർത്ഥനയിൽ ഉടനീളം നാം കാണുന്നത്. ഒന്നിനും ബുദ്ധിമുട്ടാതെ രാജധാനിയിൽ ആഡംബരത്തോടെ കഴിയേണ്ട നെഹമ്യാവ് ഇപ്പോൾ ഇരുന്ന് കരയുന്നു, ഉപവസിക്കുന്നു. രാവും പകലും ആഹാരം വെടിഞ്ഞ് ഉറക്കം ഉപേക്ഷിച്ചും അവൻ നിശ്ചയദാർഢ്യത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അവൻ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അവൻ്റെ ജാതിക്ക് വേണ്ടിയിട്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് അങ്ങനെ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ ജാതിക്ക് വേണ്ടിയും നമ്മുടെ ദേശത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നതായ പുതിയ തലമുറ മദ്യത്തിനും
ലഹരിക്കും അടിമയായിക്കൊണ്ടിരിക്കുന്ന, ദിവസവും ആത്മഹത്യകളുടെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഈ അവസരത്തിൽ നാം നമ്മുടെ ജനത്തിനു വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ഈ നെഹമ്യാവിനെ പോലെ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ജനങ്ങൾക്കും യഹോവയ്ക്കും മധ്യേ നിന്ന് സമാനമായി പ്രാർത്ഥിക്കുന്ന മറ്റ് വ്യക്തികളെയും നമുക്ക് പഴയ നിയമത്തിൽ കാണാവുന്നതാണ്. അതിലേറ്റവും ശ്രദ്ധേയമായത് മോശയുടെ പ്രാർത്ഥനകളാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. സോദോം ഗോമോറ പട്ടണങ്ങളെ നശിപ്പിക്കുവാൻ ഒരുമ്പെട്ട യഹോവയുടെ സന്നിധിയിൽ ഗോത്രപിതാവായ അബ്രഹാം ജനങ്ങൾക്ക് വേണ്ടി കെഞ്ചിയപേക്ഷിക്കുന്ന രംഗം ഉൽപ്പത്തി 18 അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ കാണാവുന്നതാണ്. 50 നീതിമാന്മാരെ കണ്ടെത്തിയാൽ അവർ നിമിത്തം പട്ടണ നിവാസികളെ യഹോവയുടെ ക്രോധത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ വാഗ്ദാനം നടത്തുന്നു. പരാജയപ്പെട്ട് പിന്മാറാൻ തയ്യാറാകാതെ വീണ്ടും 5 വട്ടം അവന്റെ മുമ്പിൽ മധ്യസ്ഥത ചെയ്തു. തന്റെ ശ്രമം വിജയിച്ചില്ല എങ്കിലും തന്റെ ജനത്തിനു വേണ്ടി വിശ്വാസപൂർവ്വം അബ്രഹാം നടത്തുന്ന പ്രാർത്ഥന ഏറെ അനുകരണീയമാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എസ്തേറിനെയും മൊർദെഖായിയെയും നമുക്ക് കാണുവാൻ സാധിക്കും. അഹറോന്റെ മകനായ എലിയാസറിന്റെ മകൻ ഫിനെഹാസ് ഇസ്രായേല്യരുടെ ഇടയിൽ അവർക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രവർത്തിച്ച കാര്യങ്ങൾ യഹോവയ്ക്ക് ഇഷ്ടമായി ഭവിച്ചു. സിമ്രി എന്നു പേരുള്ള ഒരു ഇസ്രായേൽക്കാരൻ യഹോവയ്ക്ക് നിഷിദ്ധ്യരായിരുന്ന മിദ്യാന്യരിൽ നിന്ന് ഒരു സ്ത്രീയെ സഭയിൽ കൊണ്ടുവന്നു. ഇത് കണ്ട് ഫിനെഹാസ് ക്രോധം പൂണ്ട് അവരെ രണ്ടുപേരെയും കുന്തം കൊണ്ട് കുത്തി കൊന്നുകളഞ്ഞു. ഇസ്രായേൽക്കാരുടെ പാളയത്തിലെ ബാധ മാറുകയും ചെയ്തു. സംഖ്യാപുസ്തകം 25 അധ്യായം 1 മുതൽ 15 വരെയുള്ള ഭാഗത്ത് ഇത് എടുത്തു പറയുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഫിനെഹാസ് ചെയ്ത ധീരകൃത്യങ്ങളിൽ സന്തുഷ്ടനായ യഹോവ ഇപ്രകാരം അരുളി ചെയ്തു: ഫിനെഹാസ് എനിക്ക് വേണ്ടി തീക്ഷ്ണതയുള്ളവനായി ജനങ്ങളുടെ ഇടയിൽ വർത്തിച്ചത് കൊണ്ട് എൻ്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുപോയിരിക്കുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട്. അവിടെ ദൈവത്തിനും ജനത്തിനും മധ്യേ നിൽക്കുവാൻ ഇല്ലാത്ത അവസ്ഥയിൽ യഹോവ വ്യാകുലപ്പെടുന്നത് യെഹെസ്കേൽ 22 അധ്യായം 30 നാം വായിക്കുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാത്തവണ്ണം അതിൻ്റെ മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു, എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് നമുക്കത് വായിക്കുവാൻ സാധിക്കും. സ്വന്തം സഹോദരന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും സ്വജാതിക്ക് വേണ്ടിയും പിതാക്കന്മാർ അർപ്പിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുന്ന യഹോവയാണ് പഴയ നിയമത്തിൽ ഈ ചരിത്ര സംഭവങ്ങൾ നാം ദർശിക്കുന്നത്. അയൽക്കാരന് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്ന ക്രിസ്തീയ ധർമ്മമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ദൈവമുമ്പാകെ തീക്ഷ്ണതയോടെ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ വേദന അകറ്റുവാൻ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. നശിച്ചു പോകുന്ന സമൂഹത്തിന് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്ന ക്രൈസ്തവ ദൗത്യം വിലയേറിയതാണ്. നീതിയുടെ പരിപാലനത്തിനു വേണ്ടിയും സഭയിലെ സമാധാനത്തിനു വേണ്ടിയും ക്രൈസ്തവ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും കോപത്തിന്റെ കാലങ്ങൾ നീങ്ങിപ്പോയി അവന്റെ കൃപ സമൂഹത്തിൽ വ്യാപരിക്കുന്നതിനു വേണ്ടിയും ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അതിന് ദൈവമായ കർത്താവ് നമുക്ക് കരുണ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നവർ ആയിരിക്കണം. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ നമ്മുടെ ഈ അവസ്ഥ, ഈ നാടിൻ്റെ അവസ്ഥ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് അകന്നു പോയോ എന്ന് ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ആർക്കും വചനപ്രഘോഷണമോ ധ്യാന പ്രസംഗങ്ങളോ ഒന്നും താല്പര്യമില്ല. എന്നാൽ ഇപ്പോഴത്തെ ഓരോ വെറിക്കൂത്തുകൾ അതിൽ ഒരു ബ്ലോഗായിട്ട് അതും അല്ലെങ്കിൽ ഒരു റീലായി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അത് ലക്ഷങ്ങൾ ആൾക്കാർ അതിനെ കാണുകയും അതിനെ ലൈക്ക് ചെയ്യുകയും ചെയ്യും. എന്നാൽ ദൈവകോപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ റീലിട്ടവരും ഈ ലൈക്ക് ചെയ്തവരും എല്ലാം ഒരുപോലെ നാശത്തിലേക്ക് പോകുമെന്നുള്ളത് നാം വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം പൂർണ്ണ വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ വചനങ്ങൾ വായിച്ച് ഗ്രഹിക്കുകയും നാം ദൈവത്തിൽ നമ്മെ തന്നെ ശരണപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ
ഇയ്യോബ് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനെ അനുഗ്രഹിച്ചതുപോലെ നാം നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മളുടെ സ്വന്തം ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, നമ്മുടെ ജാതിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഇയ്യോബ് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അനുഗ്രഹിക്കപ്പെടും. മോശ ദൈവത്തോടു കൂടെ ആയതുപോലെ നമ്മൾ ആയിത്തീരും. ഹാനോക്കിനെ നോക്കുക, അവൻ ദൈവത്തോട് കൂടെ നടന്നതിനാൽ അവൻ കാണാതെയായി എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. നാം ഇതൊക്കെയും കൂട്ടി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ദൈവത്തോട് അടുത്ത് ചെല്ലാതിരിക്കുവാൻ നമുക്ക് സാധിക്കും? അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.